കൊല്ലം താഹമുക്കിൽ ദേവ് സ്നാക്സിന്റെ ഫാം പൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കുകയാണ് പ്രദേശവാസികൾ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. ഇന്ന് പഞ്ചായത്ത് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരം ശക്തമാക്കിയത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം. ദിലീപ് ദേവസ്യ, ഇന്ന് തൃക്കോവിൽവട്ടം പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുന്നതടക്കം രാവിലെ നമ്മൾ കണ്ടതാണ്. എന്താണ് ഇപ്പോൾ സ്ഥലത്തെ അവസ്ഥ? സുജിയ, പതിവ് പോലെ തന്നെ ഈ ആളുകൾ അവിടെ എത്തി സെക്രട്ടറിയുമായി സംസാരിക്കുന്നു. ആ സമരം നടക്കുന്നു. പിന്നീട് നാളെ തന്നെ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാകാതിരിക്കുന്നത് പഴയതുപോലെ തന്നെ ആകുകയും ചെയ്യുന്നു. ഇന്നും സമാനമായി തന്നെയാണ് തൃക്കോവിൽവട്ടം പഞ്ചായത്ത് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ച. അത് പിന്നീട് ഏകദേശം വാക്ക് തർക്കത്തിലേക്ക് അടക്കം എത്തുന്നു. ഈ താഹാമുക്കിലെ ആളുകൾക്ക് ഒരു നടപടി ഉണ്ടാകുമെന്ന് പറയുകയും ഇതുവരെ നടപടി ഉണ്ടാകാത്തൊരു അവസ്ഥ എത്തി. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട്, ശുദ്ധമായ വായുവിന് വേണ്ടിയിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. നിലവിലെ അവസ്ഥ എന്താ ചേട്ടാ? ഇപ്പോൾ ഇനി അവസാനത്തെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ വിവരം? നമുക്ക് അവസാനമായിട്ട് കിട്ടിയ വിവരം എന്ന് പറഞ്ഞാൽ നാളെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് നമ്മൾ ഉദ്യോഗസ്ഥർ വരികയും നിലവിൽ 48 പശു ഇവിടെ ഉണ്ട്. അവർ ഓർഡർ കൊടുത്തിരിക്കുന്നത് 8 പശുവിന് അനുമതി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ നമ്മൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അഴുക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തടയും. അത് പ്രയോഗിക്കാനാണ് ഈ വണ്ടി, ഈ പോലീസിൻ്റെ ഈ നടപടി ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എന്ത് കാരണവശാലും നമ്മൾ ഇവിടെ പമ്പ് ചെയ്യാൻ, ഈ വേസ്റ്റ് വെള്ളം പമ്പ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. അതിന് ഞങ്ങൾ കർശനമായി ജനങ്ങൾ തടഞ്ഞിരിക്കും. ബാക്കിയുള്ള 40 പശുക്കളും കൊണ്ടുപോകാൻ അനുവദിക്കും. ബാക്കിയുള്ള 40 പശു അല്ല, 8 പശു. നാളെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് വന്നിട്ട് 8 പശു, അനുമതിയുള്ള പശുവിനെ ഇവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള പശുവിനെ മൊത്തത്തിൽ മാറ്റി തരിക. ഫാം ഇവിടെ പ്രവർത്തിക്കുന്ന കുഴപ്പമില്ല. 8 പശുവിന് നമ്മളതിന് അനുമതിയില്ല. ബാക്കിയുള്ള അനുമതി പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്നുള്ള നടപടികളുണ്ട്. ട്രിബ്യൂണലിൽ നിന്നുള്ള സ്റ്റേ നീക്കിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ഫാം ഇവിടെ പൂട്ടണം. താൽക്കാലികമായി ജനങ്ങൾക്ക് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 പശു ആകുമ്പോൾ അത്രയെങ്കിലും വെള്ളത്തിൻ്റെ ഇത് കുറയത്തില്ലേ? അതാണ് ഞങ്ങളൊരു മാനദണ്ഡം വെച്ചതാണ്. അത് പൊല്യൂഷൻ കൺട്രോളിന് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പഞ്ചായത്തിനും ആരോഗ്യവകുപ്പിനും ചെയ്യാം. സെക്രട്ടറി എങ്ങനെ കൈയൊഴിഞ്ഞു? സെക്രട്ടറി അവസാനം പറയുന്നത് DMO എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല, DMO എൻ്റെ തലയിലോട്ട് എടുത്തു വെച്ച്. DMO പറയുന്നത് സെക്രട്ടറിക്ക് നടപടി എടുക്കാം. ഇവർ രണ്ടുപേരും കൈമലത്തുന്ന രംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുജിയ, ഒരു നാട് ഒരു സമരത്തിലെത്തിയപ്പോൾ സെക്രട്ടറിയും DMOയും തമ്മിലുള്ള തർക്കമാണ് കണ്ടത്. അവർ രണ്ടുപേരും കൈയൊഴിഞ്ഞിരിക്കുന്നു. ചേട്ടാ, ഇനി സമരം എങ്ങനെയാണ് നിങ്ങൾ? സമരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമവിദഗ്ധരുമായിട്ട് സംസാരിച്ച അടിസ്ഥാനത്തിൽ നാളെ നമ്മൾ പോയി ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നതിനുള്ള ട്രൈബ്യൂണലിൽ നമ്മളൊരു വക്കീലിനെ കണ്ട് ട്രൈബ്യൂണലിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ സമരവും, അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ, അതായത് DMOയും പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റ് ഈ പൊല്യൂഷൻ കൺട്രോൾ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിൽ ഇവർ പരസ്പരം ഒരാളുടെ തലയിലേക്ക് പടിയാറിക്കൊണ്ട് മുന്നോട്ട്. പഞ്ചായത്ത് സെക്രട്ടറി ഇവിടേക്ക് വന്നിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി നേരത്തെ ഒരു തവണ, അതായത് ഇവിടെ പിഴ അടയ്ക്കാൻ വന്നായിരുന്നു. ഇവിടെ വാർത്ത കൊടുത്തതിന് ശേഷം വന്നിട്ടില്ല. ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് നമ്മളോട് ആ സമരം നടക്കുമ്പോൾ അവർ വളരെ ആധികാരികമായി അവരൊന്ന് ആഘോഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു ചോദിച്ചു, ഈ സമരം 10-16 ദിവസം നടക്കുന്നത് തിരിഞ്ഞു നോക്കാത്ത പഞ്ചായത്ത് കമ്മിറ്റിക്കോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് ധാർമ്മികതയാണ്, എന്ത് മര്യാദ ഞങ്ങളോട് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അവർക്ക് മറുപടിയില്ല. ഇത്രയും വലിയ പോലീസ് സന്നാഹങ്ങൾ നിങ്ങളെ പിടിക്കാൻ വേണ്ടി? തീർച്ചയായിട്ടും ഞങ്ങളിവിടെ സമരം ചെയ്ത് റോഡ് പുരോഗമിക്കുന്നുണ്ടപ്പോൾ വലിയ പോലീസ് സന്നാഹമാണ്. കാരണം സാധാരണക്കാർക്കെതിരെ ഇത്രയും പോലീസ് സന്നാഹം. എന്താ വലിയ പോലീസ് സന്നാഹം വന്ന് മെമ്പറൊക്കെ അടക്കമുള്ള ആളുകളെ ഒന്നും ചെയ്തില്ല. അറസ്റ്റ് ആണെങ്കിൽ അറസ്റ്റ്, എന്ത് കാര്യത്തിനും തയ്യാറാണ്. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് കാര്യങ്ങൾ പറഞ്ഞില്ല മെമ്പർ? പറഞ്ഞു. പിന്നെ ഇവിടെ വെള്ളം ഇല്ലെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് വെള്ളം വരുത്തി തരാം. അപ്പൊ ഇവർക്ക് വിശ്വാസമില്ല. ഡോണക്ക് ചിലപ്പോൾ കമ്പനിയായിട്ടുള്ള വെള്ളത്തിൽ വെള്ളം ചേർക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വേണ്ട. വെള്ളം മാത്രം പിന്നെ അസുഖത്തിന് എന്ത് ചെയ്യും? ഈ പകർച്ചവ്യാധിക്ക് അവരെന്ത് നടപടി എടുക്കും? വെള്ളം തന്നു കുടിപ്പിക്കാം. അസുഖങ്ങൾക്ക് മരുന്നിന് എന്തോ ചെയ്യും? അതാണ് ചോദ്യം. വെള്ളം കിട്ടും, വെള്ളം കുടിച്ച് അസുഖം വന്നാൽ എന്ത് ചെയ്യും? വലിയ പോലീസ് സംഘവും സ്ഥലത്തുണ്ട്. ദിലീപ് അവിടെ തന്നെ തുടരുക, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ദേവ് സ്നാക്സിന്റെ ഫാമിനെതിരായ പ്രതിഷേധം കനക്കുന്ന കാഴ്ചയാണ് നമ്മൾ താഹമുക്കിൽ കാണുന്നത്.